ഇനി നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു മധുരം കഴിക്കാൻ നമുക്ക് റെഡിയാക്കാം. വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിലൊന്നും അടിക്കാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ റവ ഞാൻ നെയ്യ് ഒഴിച്ച് വഴറ്റിയെടുത്തതാണ്. നമ്മൾ പഴം വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നെയ്യിലൊന്നും വഴറ്റിയിട്ടില്ല. നമുക്കിത് പൊടിച്ചത് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാം. മുറിച്ചിട്ടോ സ്പൂൺ വെച്ച് കോരി കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് കോരി കഴിക്കാനും എടുക്കാം. വല്ല നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഇതായി കൊടുക്കാം. നമ്മൾ പഴം വഴറ്റി ഞാനിതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറുത്ത പഴം ആരും കളയണ്ട. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി ഓരോ പീസാക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കഴിക്കാൻ എളുപ്പമാണ്. നല്ല ടേസ്റ്റ് വേണം.